ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് എങ്ങനെ നല്ലൊരു കൂന്തൽ അല്ലെങ്കിൽ കണവ കറി തയ്യാറാക്കി എടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ കൂന്തൽ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ 400 ഗ്രാം അളവിൽ കൂന്തൽ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വട്ടത്തിനോ നീളത്തിനോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ 400 ഗ്രാം ഉള്ളത്. അപ്പോൾ നമ്മുടെ കണവ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത്, ഇനി നമുക്ക് ഒരു മൺചട്ടി അല്ലെങ്കിൽ കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് സവാളയാണെന്നുണ്ടെങ്കിൽ 1.5 സവാള നമുക്ക് എടുക്കാം. സവാള ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി, ഇനി ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മീഡിയം സൈസ് തക്കാളിയിൽ 2 തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാവുന്നതാണ്. ഇനി തക്കാളിയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടണം. ആ ഒരു സമയം വരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ ഈ ചൂട് കൊണ്ട് ഒന്ന് തക്കാളി വഴണ്ട് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ ഈ തക്കാളി എല്ലാം നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും കൂടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. ഇത്രയും മസാലകളും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒരു 1-2 മിനിറ്റ് മാത്രം. നമ്മുടെ ഈ കൂന്തൽ കറി വളരെ രുചികരമായിട്ടുള്ളതും എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നുമാണ് കേട്ടോ. ഒരല്പനേരം ഒന്ന് വഴറ്റി കൊടുത്ത് മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മുടെ കണവ ചേർക്കാവുന്നതാണ്. കണവ ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. കണവ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ കണവയെല്ലാം ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി. അപ്പോൾ ഈ ഉപ്പും വെള്ളവും എല്ലാം ചേർത്ത് നല്ല രീതിക്ക് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഗ്രേവിയെല്ലാം ഏകദേശം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കണവയും കുറച്ചൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്തിട്ടുണ്ട്. കൂടെ ഒരു 10 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇനി ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും 2 ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ടുണ്ട്, അതും കൂടി. ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ തന്നെ നമ്മുടെ കറിയിലേക്ക് ചേർക്കാവുന്നതാണ്. തേങ്ങാക്കൂട്ടും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഫ്ലെയിം മീഡിയത്തിനും ലോക്കും ഇടയിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് കൂടി നമ്മൾ അടച്ചു വെച്ച് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ കൂന്തൽ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. എന്നാൽ ശരി, ഞാനൊരു 15 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കുകയാണ്. ഇതിങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ ഏകദേശം ഗ്രേവി എല്ലാം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കൂന്തൽ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പില ചേർക്കാം. ഇനി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഈ കൂന്തൽ കറി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ട് ഒരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ നമ്മുടെ ഈ കറി കിട്ടുന്നത്. എന്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ടാണ് നമുക്കിതുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും കട്ടിക്കാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ അധികമായിട്ട് വെള്ളം വെച്ച് തന്നാൽ മതിയാവും. നല്ലതുപോലെ തന്നെ കുറുകിയ ചാറോട് കൂടിയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള ഈ കൂന്തൽ കറി ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്.
വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.